എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഗാലക്സി ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓഫ് റോഡ് പോകുമ്പോൾ ഒരു സാധാ ഓഫ് റോഡല്ല, ജയ്ഗുരുവിൻ്റെ ജിന്ന് എടുത്തിട്ട് ഒരു ഓഫ് റോഡ് പോവുകയാണ്. അപ്പോൾ ജയ്ഗുരുവിൻ്റെ ജിന്ന് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അതൊരു ടൂറിസ്റ്റ് ബസ് അല്ലേ, അതായിട്ട് എങ്ങനെ ഓഫ് റോഡ് ചെയ്യാമെന്നാവും. ഓഫ് റോഡ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു ഓഫ് റോഡ് റൂട്ടുണ്ട് ബസ്സിലായിട്ടല്ല, എല്ലാവർക്കും അറിയുന്ന റൂട്ട്. ഞാൻ എൻ്റെ ചാനലിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് പ്രൈവറ്റ് വീഡിയോ ആണ്, അതിനി പബ്ലിക് ആക്കണം. അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു സീക്രട്ട് പ്ലേസിൽ നമ്മൾ ബസ് എടുത്തിട്ടാണ് കയറാൻ പോകുന്നത്. ഒരു സീക്രട്ട് ഓഫ് റോഡാണ്. ബസ് എടുത്തിട്ട് എങ്ങനെ കയറാമെന്നും സാധാ ജീപ്പുകൾ എടുത്തിട്ട് എങ്ങനെ കയറാമെന്നും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുന്നുണ്ട്. ഇതിപ്പോൾ സാധാ ഓഫ് റോഡ് വണ്ടികളാണെങ്കിൽ, ചെറിയ വണ്ടിയാണെങ്കിൽ ഒരു 3 മിനിറ്റ് ഉണ്ടാവുള്ളൂ വീഡിയോ. പക്ഷെ ഇത് ബസ്സായതുകൊണ്ട് ഒരു 7 മിനിറ്റ് നീണ്ടു നിന്നിട്ടുണ്ട് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇങ്ങോട്ടാണ് ഇനി പോകേണ്ടത്. കറക്റ്റ് ട്രാഫിക്കൊക്കെ പാലിച്ചിട്ടല്ല പോകണത്, എന്നാലും പറ്റണത്രയും. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് പോയിൻറ്റ്. ഈ ഒരു പള്ളീൻ്റെ മുന്നിൽ കൂടെയുള്ള റോട്ടിൽ കൂടെ അങ്ങോട്ട് പോവാം. അവിടെ നിന്നായിട്ട് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് പള്ളീൻ്റെ മുന്നിൽ, റൈറ്റിലേക്ക് എടുത്തിട്ട് പള്ളീൻ്റെ മുന്നിൽ കൂടെ പോവാം. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാധനം കാണാൻ പറ്റും, ഒരു T ആംഗിളിലുള്ള റോഡ്. അപ്പോൾ ഞാനിപ്പോൾ കയറാൻ ശ്രമിക്കുന്നില്ല, ഈ ഒരു കവാടം പോലെ, അതാണ് നമ്മളെ ചെറിയ വണ്ടികൾ ഈ ഓഫ് റോഡ് റൂട്ടിലേക്ക് കയറാൻ പോകുന്ന വഴി. പക്ഷേ ഇനി വലിയ വണ്ടിയാണെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. പക്ഷെ റിസ്ക് എടുത്താലും നമുക്ക് കയറ്റാൻ പറ്റും. സൂക്ഷിച്ചൊരു നല്ല ഡ്രൈവറാണെങ്കിൽ ഉറപ്പായിട്ടും കയറ്റാൻ പറ്റും. നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ക്ഷമ വേണം. കാരണം ഇടിച്ച് കയറിയാൽ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നുണ്ട് ഈ വീഡിയോയിൽ. ലാസ്റ്റ് എനിക്ക് നല്ലപോലെ കാണിച്ചു തരാനും കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചെക്ക് പോയിൻറ്റ് ഇവിടെയാണ്. ഈ സെക്കൻഡ് ചെക്ക് പോയിൻറ്റ് അതൊരു പള്ളീൻ്റെ അടുത്താണ്. പക്ഷേ ഈ ഒരു ബോർഡ്, ഇവിടെ ഒരു പ്രൊമോഷൻ ബോർഡ്, പിന്നെ ഒരു വലിയ കമ്പനിയും ഒരു ഗ്രൗണ്ട് പോലെ പച്ചപ്പുല്ല് വിതച്ചൊരു സ്ഥലം, അതാണ്. അപ്പോൾ ഈ ബോർഡാണ് നമ്മൾ ചെക്ക് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഏതായാലും പോവാം. ഇനി അറിഞ്ഞു വെക്കേണ്ട ചെക്ക് പോയിൻറ്റ്സ് ഒന്നുമില്ല, പക്ഷേ ഇനി അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാലം ഇത് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു വളവുണ്ട് ലെഫ്റ്റിലേക്ക്, അതിൽ പോകരുത്. ലെഫ്റ്റിൽ പോവാതെ, കാരണം അവിടെയാണ് നമ്മൾ ഓഫ് റോഡ്. അതുകൊണ്ട് അങ്ങോട്ട് പോവാതെ നമ്മൾ നേരെ പോവാം. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് കാണും. ഗേറ്റിൽ എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുക, റെയിലിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ ഇവിടെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് നേരെ പോകും. മഴയുണ്ട്, ട്രെയിനും ഉണ്ട്. ഓക്കെ, ട്രെയിൻ പോയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ട്രെയിൻ പോയി. പിന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ എടുക്കാം. കുടുങ്ങിയിട്ടൊന്നുമില്ല, ഇതെല്ലാം വണ്ടി എടുക്കാം. ഇനി മെല്ലെ വൈപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല മഴയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാവും. ഈ ഒരു ഏരിയ ഇങ്ങനെ ഒരു റോഡിൻ്റെ മുകളിലൂടെ ഒരു പാലം പോലെ. ഇവിടുന്ന് കുറച്ച് റിസ്ക് ഉണ്ട്. ഇത് ചിലപ്പോൾ റെഡിയാവും. ചിലവത് റെഡിയാവില്ല. അതേപോലെ ചിലപ്പോൾ റെഡിയാവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് റിസ്ക്കാണ്. ഓക്കെ, ഞാനിത് കുറേ വട്ടം പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈസിയിൽ അങ്ങോട്ട് എടുത്തു പോയത്, എളുപ്പമായി. പക്ഷെ ഇനിയാണ് നമുക്ക് റിസ്ക്. ഈ മരത്തുമ്പിലൊന്നും തട്ടാതെ പോകണം. മരത്തുമ്പിൽ തട്ടിയാൽ അവിടെ ബ്ലോക്കായി പോകും. തട്ടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ റിവേഴ്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ തട്ടി അവിടെ ബ്ലോക്ക് ആവും. എനിക്ക് 2 തെങ്ങിൻ്റെ അവിടെയാണ് അബദ്ധം പറ്റിയത്. 2 തെങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ക്ഷമയില്ലാതെ എടുക്കാൻ നോക്കി. അതൊന്നും പറ്റാതെ ലാസ്റ്റ് ഫുള്ള് അങ്ങോട്ട് തെങ്ങുമേക്ക് കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം അത് മടുത്ത് നല്ല നേരായിട്ടുള്ള വഴി കൂടെ അങ്ങോട്ട് പോയി. അപ്പോഴാണ് കിട്ടിയത് ആ റൂട്ട്, നല്ലപോലെ അതിലേക്ക് കയറാൻ പറ്റിയത് അപ്പോഴാണ്. വീണ്ടും ഇവിടെ ഒരു മരം വന്നിട്ടുണ്ട്. ഇത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന രാവിലെയാണ്, അതുകൊണ്ടാണ് ഇത്രയും ശാന്തത. അപ്പോൾ നമ്മൾ ഓഫ് റോഡല്ല, റേസിംഗ് മാപ്പാണ്, നല്ലൊരു സീക്രട്ട് ഓഫ് റോഡ് എന്ന് പറയാം. അതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. ഓക്കെ,
അടിപൊളിയായിട്ട് വണ്ടി പോവും. അപ്പോൾ ഇവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയത്. ഞാൻ അവിടെ ചാടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചാടൂല എന്നൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഞാൻ റിവേഴ്സ് എടുത്തതാണ് അബദ്ധം. റിവേഴ്സ് എടുത്ത രീതി ആംഗിൾ നിങ്ങൾ കണ്ടോ? റിവേഴ്സ് എടുത്ത ഒരു രീതി. ഓക്കെ, ഇതാണ് എൻ്റെ റിവേഴ്സിങ്. അവിടെ പെട്ടു വണ്ടി. ഈ വണ്ടി എടുത്തില്ല, എടുക്കാൻ കഴിയില്ല. കണ്ടോ, ബാക്ക് ടയറും ഫ്രണ്ട് ടയറും കുടുങ്ങി പോയി. അപ്പോൾ തംബ്നെയിലിൽ ഇത് ഇങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പലർക്കും എഡിറ്റ് ചെയ്തതാണെന്ന് വരെ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പങ്ങളും ഉണ്ട്. പിന്നെ വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ടൈമില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ തന്നെ ആക്കിയത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പുതിയൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാമായിരുന്നു. ഏതായാലും ഇനി നനഞ്ഞ് കുളിച്ച് കയറാം. പിന്നെ ഇതേ നമ്മൾ മുകളിലേക്ക് കയറിപ്പോയിട്ട് വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കാം. എന്താ റിസ്ക് കയറാനൊക്കെ. പക്ഷേ ഗ്രാഫിക്സ് ഒരു ലക്ഷ്യമില്ല. അപ്പോൾ അതെ, നമ്മുടെ ബസ് അത് അവിടെ കിടക്കണം. ബസ്സിന് 2-3 ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം. ഇപ്പോൾ തംബ്നെയിലാണ് ഒന്നും വിചാരിക്കരുത്. വീഡിയോയിൽ തന്നെ തംബ്നെയിൽ ഫോട്ടോസൊക്കെ എടുക്കണേ യൂട്യൂബർ. അത് കുറച്ചധികം കഷ്ടം തന്നെയാണ്. പക്ഷെ ടൈമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ തംബ്നെയിലൊക്കെ ആദ്യം തന്നെ സെറ്റായി വെക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ തംബ്നെയിലിനുള്ള ഫോട്ടോ എടുത്തിന്. ഇനിയിപ്പോൾ അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് സേവ് ചെയ്യണം. സേവ് ആക്കട്ടെ. അപ്പോൾ ഗാലറി സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന. അപ്പോൾ വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ഗാലക്സി ഗെയിമിങ്ങിൻ്റെ പേരിൽ ടാറ്റ ബൈ ബൈ.